അരുൺ കൈകോർത്ത് പിടിച്ചുകൊണ്ട് അരുൺ ആദ്യത്തെ മൃതദേഹം ഇപ്പോൾ പള്ളിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇർഫാനെയും ആയിഷയും ഹൃദയും നിധിയുമെല്ലാം ഒരുമിച്ച് മദ്രസ പഠിക്കാൻ ഉൾപ്പെടെ എത്തിയിരുന്ന തുമ്പനാട് ജുമാ മസ്ജിദിലേക്കാണ് ഇപ്പോൾ അവരുടെ ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. തുമ്പനാട് ജുമാ മസ്ജിദ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടേക്ക് ഓരോ മൃതദേഹങ്ങളായി ഇപ്പോൾ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് അവരുടെ ഉറ്റവരും ബന്ധുക്കളും അതുപോലെ തന്നെ അവരുടെ നാട്ടുകാരും എല്ലാം ചേർന്ന് ഓരോരുത്തരെയായി ഇപ്പോൾ പള്ളിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ആദ്യത്തെ മൃതദേഹം എത്തി. ഇപ്പോൾ രണ്ടാമത്തെ ആൾ, അങ്ങനെ 4 പേര്, ആയിഷയെയും ഇർഫാനിയെയും ഹൃദയെയും നിധിയുമെല്ലാം ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് ഇപ്പോൾ ചുമന്നുകൊണ്ട് ഇപ്പോൾ അവരുടെ പഠിച്ച ആ മദ്രസ ഉണ്ടായിരുന്ന തുപ്പനാട്ട് ജുമാ മസ്ജിദിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന ആ കാഴ്ചയാണ്. ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ എല്ലാവരും വിങ്ങിപ്പൊട്ടുന്ന ആ ഒരു ദൃശ്യം. ഇനി പള്ളിയിലേക്ക് 4 പേരുടെയും മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇവിടെ വെച്ച് മയ്യത്ത് നിസ്കാരം ഉണ്ടാവും. മയ്യത്ത് നിസ്കാരത്തിന് ശേഷം മറ്റു പ്രാർത്ഥനകൾക്കും കൂടി ശേഷമായിരിക്കും ഇനി ഖബറടക്കം ഉണ്ടാവുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ 4 പേരുടെയും മൃതദേഹങ്ങൾ ഈ ഖബറടക്കം നടക്കുന്ന തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് അരുൺ. നമുക്ക് ഞാൻ വരാം ഇക്ബാൽ, അഷ്കറിലേക്ക് കൂടി ഒന്ന് പോയി വരാം. ഇപ്പോൾ ജുമാ മസ്ജിദിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട് ഇക്ബാൽ. തുപ്പനാട് ജുമാ മസ്ജിദിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അഷ്കർ അലി കരിമ്പയും ഇക്ബാൽ അറക്കലും മുബഷിർ പി അക്ബറും അർജുൻ മട്ടന്നൂരും അടക്കമുള്ളവർ അവിടെയുണ്ട്. 4 കുഞ്ഞുങ്ങളുടെയും മയ്യത്തുകൾ ഇപ്പോൾ മയ്യത്ത് കട്ടിലിൽ ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചോ അഷ്കർ? അരുൺ, 4 മൃതദേഹങ്ങളും 4 മയ്യത്ത് കട്ടിലുകളിലായി ഇപ്പോൾ പള്ളിക്കകത്ത് എത്തിച്ചു കഴിഞ്ഞു. പള്ളിയുടെ പരിസരം വലിയ ആൾക്കൂട്ടം കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ മയ്യത്ത് നമസ്കാരത്തിനായി നിരവധി ആളുകൾ പള്ളിയിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ ഈ ജനാസയോടൊപ്പം ഈ മൃതദേഹത്തോടൊപ്പം അനുഗമിച്ചുകൊണ്ട് നിരവധി ആളുകളും പള്ളിയിലേക്ക് വന്നു. അതുകൂടി ആയപ്പോൾ പള്ളി പൂർണ്ണമായും നിറഞ്ഞു കവിയുന്നൊരവസ്ഥയാണ്. പരിസരം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ആഴ്ച ഇപ്പോൾ നിരവധി ആളുകൾ ഈ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മയ്യത്ത് നമസ്കാരം അടക്കമുള്ള ചടങ്ങുകളാണ് ബാക്കിയുള്ളത്. മയ്യത്ത് നമസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം നേരെ കബറിടങ്ങളിലേക്ക് പോകും. ഈ പള്ളിയോട് ചേർന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഖബർസ്ഥാനിൽ ചേർന്നുള്ള ഖബർസ്ഥാൻ തന്നെയാണ് ഈ കബറിടം ഒരുക്കിയിരിക്കുന്നതും. മുഴുവൻ ആളുകളും ഇപ്പോൾ പള്ളിയിലേക്ക് വേഗത്തിൽ നമസ്കരിക്കുന്നതിനുണ്ട്. മയ്യത്ത് നമസ്കാരം വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനുണ്ട് പരമാവധി ആളുകളുടെ വേഗത്തിൽ വുളൂ ചെയ്തുകൊണ്ട് അഥവാ അംഗശുദ്ധി വരുത്തിക്കൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വളണ്ടിയേഴ്സ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വേഗത്തിൽ നമസ്കാരം പൂർത്തിയാക്കിക്കൊണ്ട് കബറടക്ക ചടങ്ങുകളും വേഗത്തിൽ പൂർത്തിയാക്കാനാണ് കുടുംബങ്ങളും നാട്ടുകാരും ശ്രമിക്കുന്നത്. വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ 12:30 മുമ്പായി തന്നെ കബറടക്കമുള്ള എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഒരു ജീവിതയാത്രയിൽ ഒരുമിച്ച് തുടങ്ങിയ ജീവിതയാത്രയിൽ ഒരുമിച്ച് തന്നെ അവരുടെ അവസാന യാത്രയ്ക്ക് വേണ്ടി അവർ ഇപ്പോൾ പള്ളിയിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്കൂളിലേക്ക് പോയിരുന്നവർ, മദ്രസയിലേക്ക് ഒരുമിച്ച് പോയിരുന്നവർ, ഒരേ ക്ലാസ്സിൽ പങ്കിട്ട് ഒരേ ഇരിപ്പിടങ്ങളിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് സൗഹൃദം പങ്കിട്ട് ജീവിതത്തിലെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം ഒരുമിച്ചുണ്ടായിരുന്ന 4 വിദ്യാർത്ഥികളാണ് അവരുടെ അവസാന യാത്രയ്ക്ക് വേണ്ടി, അവസാന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് വേണ്ടി, അവർക്ക് ഇക്കാലം അത്രയും തൻ്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച മക്കളാണ്. ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പറ്റ മനുഷ്യർ, ഈ മാലോകർ മുഴുവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടിയും ഈ പള്ളി പരിസരത്ത് തരിച്ചു കൂടിയിട്ടുണ്ട്. അത്രയും അവർ ചെയ്ത സുഹൃത്തുക്കളെ വാനോളം പുകഴ്ത്തുന്ന, അവർ ചെയ്ത നന്മകളെ വാഗോളനോളം പുകഴ്ത്തുന്ന കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയുമാണ് നമ്മൾ കാണുകയും ചെയ്തിരുന്നത്. അത്തരത്തിൽ ഒരു വേദനിപ്പിക്കുന്ന അനുഭവം തന്നെയായിരുന്നു. അവസാനമായി പൊതുദർശന വേദിയിൽ നിന്ന് 10 മണിക്ക് തന്നെ ഇങ്ങോട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ആയിഷയുടെ സഹോദരി മറ്റൊരിടത്ത് ഉപരിപഠനത്തിന് പോയിരുന്ന ആയിഷയുടെ സഹോദരിക്ക് അവസാനമായി ആയിഷയെ കാണാൻ വേണ്ടി മാത്രമാണ് അല്പം താമസിപ്പിച്ചിരുന്നത്. അത് 10:28 തന്നെ ആയിഷയുടെ സഹോദരി എത്തുന്നൊരു ദൃശ്യം, അത് അവിടെ നിന്നിരുന്ന മുഴുവൻ ആളുകളെയും കണ്ണീര് പിടിച്ചു നിർത്തിയിരുന്ന, സങ്കടം പിടിച്ചു നിർത്തിയിരുന്ന, വേദനകൾ പിടിച്ചു നിർത്തിയിരുന്ന മുഴുവൻ ആളുകളെ പോലും കരയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ആ ദൃശ്യം എത്തി എന്നുള്ളതാണ്. സ്വന്തം സഹോദരി അവസാനമായി ഒരു നോക്ക് കാണാനെത്തുന്ന ആ ജ്യേഷ്ഠത്തിയുടെ ആ വികാരപരമായ കാഴ്ച, വികാരപരമായ കാഴ്ച അവർക്കൊന്നും കണ്ടു നിൽക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു അവസ്ഥയിലായിരുന്നു. മാതാപിതാക്കളടക്കം കരഞ്ഞ് തളർന്നവർ പോലും അവരെ ആശ്വസിപ്പിക്കാൻ അറിയാതെ ഒപ്പം നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ വലിയ എന്ത് പറഞ്ഞാണ് അവരെ സമാധാനിപ്പിക്കേണ്ടത് എന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഓരോ മനുഷ്യരും. അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരും സഹപാഠികളും
സഹപാഠികളും സുഹൃത്തുക്കളും നാട്ടുകാരും വീട്ടുകാരും കുടുംബങ്ങളും അവരെ പരിചയമുള്ളവർ ഇന്നുവരെ അവർ ഒരു നോക്കുകൊണ്ട് പോലും കാണാത്ത മനുഷ്യരടക്കം അവരെ അവസാന യാത്രത്തിന് വേണ്ടി അവർക്ക് വേണ്ടി ഇവിടെ ഈ കരിമ്പനക്കൽ പൊതുദർശന ഹാളിലേക്കും ഇപ്പോൾ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി തുപ്പനാട് ജുമാ മസ്ജിദിലേക്കും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്.